ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും പറയാം, അപ്ഡേഷൻ ഉണ്ടോ എന്ന് അറിയുള്ളൂ. ഇന്നലെ രാത്രി നിങ്ങൾ ജില്ലാ ഭരണകൂടമായിട്ട് സംസാരിക്കുക, MLA ആയിട്ട് സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? MLA ആയിട്ട് ഇന്നലെ രാത്രി അവിടെ നിന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ എന്താ പറയുന്നത്? അവർക്ക് ശുഭാപ്തി പ്രതീക്ഷ ഉണ്ട്. ഇന്ന് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോൾ പോലീസിലുള്ളവരൊക്കെ പറയുന്നത് ഇന്ന് വൈകിട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ വിവരം കിട്ടും, ഞങ്ങൾക്ക് അത്തരം ഒരു സൈന്യത്തിൻ്റെ തെരച്ചിൽ അത്തരം ഒരു സൂചന ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ വരട്ടെ എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ എവിടെ തെരച്ചിലാണ് ഇന്ന് ഫോക്കസ് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പുഴയോട് ചേർന്നിട്ടുള്ള അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സമയം മണ്ണ് വീണ ആ ഭാഗത്ത് പുഴയിലെ. അപ്പം ഇന്നലെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഡ്രില്ലിംഗ് മെഷീൻ, ബോറിംഗ് മെഷീൻ കൊണ്ടുവരണമെന്നൊക്കെ. പുഴയ്ക്കും റോഡിനിടയിലുള്ള സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ? ഇല്ല, ഇപ്പം അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് അത് പിന്നെ മറ്റുള്ള നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും. ഇന്ന മിഷൻ കൊണ്ടുവരണം, അത് ചെയ്യണം എന്നല്ല. പക്ഷേ ഞങ്ങൾക്കിപ്പം അവർ ചെയ്യുന്നതിൽ സംതൃപ്തി ഉണ്ട്. അതായത് അർജുൻ്റെ കുടുംബം ഇപ്പം പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നടത്തുന്ന ഈ തെരച്ചിലിൽ സംതൃപ്തരാണ്. ഇപ്പോൾ ഇതുവരെ സംതൃപ്തി ഉണ്ട്. എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല, എല്ലാ ദിവസവും നമ്മൾ വരുമ്പം ഓരോ പ്രതീക്ഷയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നോക്കാം ഇന്ന് എന്താ സംഭവിക്കും. അതാണ് പറയുന്നത്. മേജർ ഇന്ദ്രപാൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അദ്ദേഹം എത്തി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ വിധത്തിൽ കൂടുതൽ കുറച്ചുകൂടി സമഗ്രമായിട്ട് അന്വേഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, ഞാനും അത് മീഡിയയിൽ കൂടെ തന്നെയാണ് അറിഞ്ഞത്. അല്ലാതെ പേഴ്സണലായിട്ട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാനും അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ആ ഉപകരണം നാളെ രാവിലെ എത്തുള്ളൂ എന്നും അതും അറിഞ്ഞിട്ടുണ്ട്. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാനും അറിഞ്ഞത്. ഈ ബറീഡ് ഒബ്ജക്റ്റ് അത് മറ്റേ ഡ്രോൺ ബേസ്ഡ് ആയിട്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പറയുന്നത്. അതെ, അതാണ് പറയുന്നത്. നോക്കാം, ഇന്നത്തെ തെരച്ചിലിനെ അനുബന്ധിച്ചിരിക്കും.